ടൗൺ വിട്ടുന്നോണ്ട് 10-20 മിനിറ്റ് ആയല്ല, ഇതുവരെയായിട്ട് എത്തിയിട്ടില്ലല്ല. ഇതെവിടെ പോയി ഇത്? ഇല്ലില്ല, ചെലപ്പേ റോഡ് പണിയാൻ നടക്കുന്ന സ്ഥലത്ത് കൂടെ വന്നത്, അതാണ് ഇത്ര വൈകണത്. എന്നാ പിന്നെ ഞാൻ കുളിക്കാൻ കയറട്ടെ? കുറച്ച് കഴിഞ്ഞിട്ട് മോളൊക്കെ വന്നിട്ട് കുളിച്ചാ പോരെ? നിങ്ങള് കുളിക്കാൻ കയറി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ അങ്ങോട്ട് പോകും. അത് പിന്നെ വീട്ടിലെ തുണി മുഴുവൻ കഴുകണ്ടേ, എന്നിട്ട് വേണ്ടേ കുളിക്കാൻ? അതല്ല സമയം പിടിക്കണത്. മുണ്ടാതിരി, നാട്ടുകാരി കേൾക്കും അത്രയും ഒച്ചയ്ക്ക് അവിടെ നിന്ന് പറഞ്ഞാല്. ഇതിപ്പോ നാട്ടുകാർക്ക് അറിയാത്ത കാര്യമാണോ? 5 മിനിറ്റ് കൂടി അവിടെ നിക്ക്, ഇപ്പൊ അവള് വരുമായിരിക്കും. ഞാൻ വേഗം കുളിച്ചിറങ്ങാടി, തുണി വൈകുന്നേരം തിരുമാ. വാഴ നനക്കാൻ പോയോണ്ടേ മേലെ ആസകലം ചൊറിഞ്ഞിട്ട് പാടില്ല. എന്നാ വേഗം പോയിട്ട് വാ. ശരി. എന്നാൽ ഈ കൊച്ചെന്താണെന്നാവും ഇത്രയും വൈകണത്? ഓ, ഈ പിശാചിന് വരാൻ കണ്ട നേരം. ഹായ് ചേച്ചി, എന്താണ് പുറത്തിറങ്ങിക്കണേ? വല്ല വിരുന്നാരും വരണണ്ടാ? കുലുസു, നീ ഇത് രാവിലെ തന്നെ എവിടെ പോണ്? ഞാൻ പണിക്ക് പോണ്. ഈ സമയത്താണ് പോവാറ്. അല്ല ചേച്ചി, എന്താണ് ഇവിടെ ഇറങ്ങിക്കണത് ഈ സമയത്ത്? ചേച്ചി എനിക്കറിയില്ലല്ല, ആരെങ്കിലും വിരുന്നാര് വരണുണ്ടാവും അല്ലേ? അത് എന്നാ സിനിമാ നടി മോളായിരിക്കും അല്ലേ വന്നത് അല്ലേ? അതെങ്ങനെ നീ അറിഞ്ഞി? അപ്പൊ ഞാൻ ചുമ്മാ ഗസ്സടിച്ചേ ശരിയായി. അപ്പൊ ആ പെൺകൊച്ചിനെ കണ്ടിട്ട് പോവാ. ഞാൻ സിനിമാ നടിനെ ഒന്നും ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. നീ പൊയ്ക്കോ, നിനക്ക് പണിക്ക് പോണ്ടേ അല്ലേ? ഓ, ഇത്തിരി വൈകിയാലൊന്നും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പണിക്ക് പോവാറുള്ളൂ. ആകെ 400 രൂപ എന്നത്, അതിനതൊക്കെ മതി. ഞാൻ അവിടെ പതുക്കെയൊക്കെ പോവുള്ളൂ. ഒരു ദിവസം 400 രൂപ എന്ന് പറഞ്ഞാ മാസം 12,000 രൂപ കിട്ടൂലടി. അതൊന്നും ഞാൻ നോക്കാറില്ല. എനിക്കൊരു ടൈം പാസിനാണ് ഞാൻ പോണത്. കുടുംബത്തിരുന്ന കെട്ടിയവനായിട്ട് തല്ലുപിടിക്കും, അതുകൊണ്ട് അവിടെ പോയി ഇരിക്കല്ല. പിന്നെ ആ ചേച്ചി മോനും മാത്രമേ ഉള്ളൂ. ആ ചേച്ചിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. മീൻ വെച്ചാൽ മീൻ കറി, അല്ലെങ്കിൽ മീൻ വറുത്ത മീൻ വറുത്ത്, അത്രയും മതി. പിന്നെ ആ ചേച്ചി 10 മണിയാകുമ്പോൾ ജിമ്മിൽ പോവും. അപ്പൊ ഞാൻ കിടന്ന് ഒരു 3 മണിക്കൂർ അങ്ങോട്ട് ഉറങ്ങും. അതാണപ്പൊ നിന്റെ പണി? അതല്ല, ഇത്ര വെളുപ്പിന് ഞാൻ പോണല്ലേ. അയ്യോ, കുടുംബത്തെ പണിയും കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അവിടെ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. വരുന്നില്ലല്ല, ഫോണിലോട്ടൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? ഞാൻ അവളെ ടൗണിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ താഴോട്ട് ഇറങ്ങി പോന്നാണ്. ഫോൺ എടുക്കാൻ മറന്നു. ഇനിയിപ്പൊ 2ാമത് കേറി എടുത്തൊക്കെ ഒരുമയ്ക്ക് അവളെത്തും. ദേ ചേച്ചി, ഒരു കാറ് വരുന്നുണ്ട്. അയ്യോ, ദേ വരുന്നുണ്ടെന്നോന്നു. ദൈവമേ, ഓയോ നമ്മേ, അതവള് തന്നെ കേട്ടാ, ചുമന്നാറില്ലാന്ന് പറഞ്ഞ്. ഇങ്ങോട്ട് കേറ്റിക്കോ, മുകളിലോട്ട് കേറ്റിക്കോ. കാറിടാൻ വേണ്ടി മാമൻ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞതാണ് ഈ ഷെഡ്. മോളെ, അയ്യോ സിനിമ നടി. മോളെ, ഡോർ തുറക്കല്ലേട്ടാ, ചിറ്റോടി വരുന്നുണ്ട്. ഞാനും അതിപ്പോ വിളിച്ചു പറയേണ്ട ആവശ്യം എന്താണ്? വിളിച്ചു പറഞ്ഞ നാട്ടുകാർ മൊത്തം അറിഞ്ഞ എല്ലാരും കൂടി വരും ഇവളെ കാണാനായിട്ട്. അവള് പ്രത്യേകം പറഞ്ഞാൽ ആരോട് പറയണ്ടെന്ന്. മോള് വലിയ ഹണി റോസാണ് തള്ളയുടെ വിചാരം. വാ മോളെ, ഇറങ്ങ്. വലതുകാലി വെച്ച് ഇറങ്ങി വാ. ഇടത് വശത്തിരിക്കണം മോളെങ്ങനെ വലതുകാലി വെച്ച് ഇറങ്ങും ചേച്ചി. ഓ, ഒന്ന് മിണ്ടാതിരി. വാ മോളെ, വാ, ഇറങ്ങി വാ. എന്റെ മോളെ, നീ ആകെ മാറിപ്പോയല്ലേ എന്നല്ലേ ചേച്ചി പറയാൻ പോണത്? നിനക്കെന്താണ്? ഞാൻ പറയൂല, അതിനിടയിൽ കയറി നീ എന്തിനാ പറയണത്? അല്ല, ചേച്ചിക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. എന്താണ് മോളെ ഇത്രയും വൈകിയത്? നോക്കി നിന്ന് എന്റെയും ചിറ്റയുടെയും കണ്ണങ്ങട് കഴച്ച്. നീ ഒന്നും മിണ്ടാതിരുന്നേ കുലുസു. കൊച്ചിങ്ങോട്ട് വന്നിട്ട് ഇറങ്ങിയല്ലേ ഉള്ളൂ. വാ മോളെ, വാ മോളെ, പോവാ. എവിടേക്കാണ്? അത് വീട്ടിലോട്ട്. നീ പണിക്ക് പോവാൻ നോക്കിയേ. എനിക്ക് മുഖം ഒരുപാട് അങ്ങോട്ട് സംസാരിക്കാനുണ്ട്, കൊറേ നാളായി കണ്ടിട്ട്. എന്നാ ഞാൻ പോയിക്കോളാം. മോളെ, ചേച്ചിയുടെ പങ്ക് ഇങ്ങോട്ട് തന്നോട്ടാ. എന്ത് പങ്ക്?
അത് മോളുടെ സിനിമയൊക്കെ ചേച്ചി എത്ര എണ്ണം കണ്ടതാണ്. അപ്പൊ ചേച്ചിനെ കാണുമ്പോ എന്തെങ്കിലും തരണ്ടേ? ചേച്ചി അതിന് ഞാൻ 2 സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ. അതിലും ഒരു സിനിമയിൽ മാത്രമേ ക്യാരക്ടർ റോള് കിട്ടിയിട്ടുള്ളൂ. മതിയല്ല, ഒരു സിനിമയൊക്കെ ചെയ്താൽ 1 കോടി രൂപയൊക്കെ കിട്ടുമെന്ന് ഞാൻ റീൽസിൽ ഇങ്ങനെ കാണുമ്പോ കണ്ടിട്ടുണ്ടല്ലോ. അത്രയ്ക്കൊന്നും കിട്ടില്ല ചേച്ചി. എന്നാലും ഏകദേശം എത്ര കിട്ടും? 70 ലക്ഷമൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? നിനക്ക് എന്തൊക്കെ അറിയണം? നീ ഒന്ന് പോയേ. ഞാൻ കൊച്ചിനെ കാത്ത് ഇത്ര നേരം നിന്നല്ലേ, എന്തെങ്കിലും ഒന്നും താ ചേച്ചി. മോളെ ഒരു 10-500 എന്തെങ്കിലും കൊടുത്തു വിട്, അല്ലെങ്കിൽ പോവൂല. അയ്യോ 500 രൂപയുടെ പുത്തന്നോട്ട്. പോട്ടെ ചേച്ചി, എന്നാ മോളെ പോണ്ടാ. അയ്യോ വെറുതെ 500 കിട്ടി. അപ്പൊ ഇന്ന് പഠിക്കണ്ട, മന്തി മേടിച്ചില്ല, കൊക്കക്കോള മേടിക്കാം, കൊലക്കും. അതങ്ങനെ ഒരു സാധനമായി പോയി മോളെ. 10-500 കൊടുത്ത് ഒഴിവാക്കണമെങ്കിൽ അതാ നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒപ്പം കയറി അങ്ങോട്ട് വന്ന് ചിലപ്പോൾ അവിടെ ഇരുന്ന് നമ്മളുടെ വിശേഷവും കേട്ട് അവിടെ കിടന്ന് ഉറങ്ങേ ഉണ്ണയൊക്കെ ചെയ്യും. അത് അങ്ങനത്തെ ഒരു സാധനമാണ്. മോള് വാ മോളെ, മോള് ഇവിടെ കയറി ഇരിക്കട്ടാ. അകത്തേ ഭയങ്കര ചൂടാണ്, കറണ്ട് ഇല്ല മോനെ. ഞാൻ കുറച്ച് വെള്ളം എടുക്കാട്ടാ, വാ കയറിയിരിക്കും. മോള് തിരക്കിലാണാ? ഇല്ല. എന്നെ മനസ്സിലായാ? ദാമുച്ചേട്ടൻ്റെ അതെ ദാമുച്ചേട്ടൻ്റെ ഭാര്യ തന്നെ. മോളിപ്പോ വന്ന് കേറിയതുള്ള. എന്നോട് ചിറപ്പുറത്തുള്ള ചിത്രേണ് പറഞ്ഞ മോളെത്തിയിട്ടുണ്ടെന്ന്. അതാരാണപ്പ? മോള് ചെറുതിൽ ഇവിടെ വന്ന് നിക്കുമ്പേ ദാമുച്ചേട്ടനെ ഞാനൊക്കെ എന്തോരം എടുത്തുണ്ടായിരുന്നറിയോ? ദാമുച്ചേട്ടന് ഒട്ടും പാടില്ല മോളെ, കിടപ്പിലാണ്. ഇപ്പൊ വീട്ടിലാണ് ചികിത്സ. ഓ അപ്പൊ പൈസക്ക് വന്നാണ്. ഇപ്പൊ എന്റെ കയ്യില് ഇതേ ഉള്ളു ചേച്ചി. അയ്യോ പൈസയൊന്നും വേണ്ട മോളെ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ മോളെ എന്നെ മാത്രം കാണുമ്പോ മോള് വിചാരിക്കൂലേ, ഓ മോള് ഇത്ര വലിയ സിനിമാ നടിയായിട്ട് ഇവിടെ വന്നിട്ട് ദാമച്ചേട്ടൻ ഒന്നും ഇങ്ങോട്ട് എനിക്ക് വന്നില്ലെന്ന്. പുള്ളി കിടപ്പിലാന്ന്, അതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ. വീട്ടിലെല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ചികിത്സയൊക്കെ ആ വഴിക്ക് അങ്ങോട്ട് പോയിക്കോളും. അല്ല അപ്പൊ കിടപ്പ് രോഗികൾക്കൊക്കെ വീട്ടിലോട്ട് വന്നിട്ടുള്ള ചികിത്സയൊക്കെ ഇതിൽ പറ്റുമോ? പറ്റുമല്ലോ. അതുപോലത്തെ പ്ലാനൊക്കെ ഇതിലുണ്ട്. അല്ലേ ചേച്ചി, അപ്പൊ ഇൻഷുറൻസ് എവിടെന്നാ ചേച്ചി എടുത്തത്? അതെ, എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അതിൽ കയറിയാൽ ഇന്ത്യയിലെ വിവിധ തര കമ്പനികളെയൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. ഇപ്പൊ മാസം 400-500 രൂപ മുതൽക്കുള്ള ഹെൽത്ത് പ്ലാനുകൾ ഉണ്ടെന്നേ. 1 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അതിനും പുറമെ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. അത്ര ഉള്ള കൊള്ളാല്ല. അപ്പോ എന്താ അസുഖം വന്നാലും വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയി അഡ്മിറ്റ് ആവാൻ പറ്റുമല്ലേ? അത് പിന്നെ എനിക്ക് തന്നെ പ്രഷറും ഷുഗറൊക്കെ ഉള്ളതല്ലേ. ഡയബറ്റിക്സ്, തൈറോയ്ഡ് ഇഷ്യൂസ്, ആസ്മ പോലുള്ള BP അതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ 1ാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ക്ലെയിം സപ്പോർട്ടൊക്കെ 30 മിനിറ്റിനുള്ളിൽ കിട്ടും. ഇപ്പോഴാണെങ്കിൽ പ്രവാസികൾക്ക് പുറം നാട്ടിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ 35% വരെ ചെലവ് കുറവിൽ ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ നിന്ന് എടുക്കാം. എന്നാ പിന്നെ ഇതെല്ലാവരും എടുക്കണമല്ല, നല്ലൊരു കാര്യമല്ലേ? അതന്നെ. ചേച്ചി എപ്പോന്ന്? ഇന്നാ വെള്ളം മോളെ. ഞാൻ കുറച്ചു മുന്നേ ഇങ്ങോട്ട് വന്നുള്ളൂ. എന്നോട് ചെറുപ്പുറത്തുള്ള ചിത്രയില്ലേ, പുള്ളിക്കാരിയാണ് പറഞ്ഞത് മോള് വന്നിട്ടുണ്ടെന്ന്. അവളെങ്ങനെ അറിഞ്ഞു മോള് വന്ന കാര്യം? ഞാൻ ആരോടും പറഞ്ഞില്ല. മോള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നെ ആരോടും പറയണ്ടെന്നേ. അതെന്താണ് മോളെ അങ്ങനെ പറഞ്ഞത് ചിറ്റോട്? നാട്ടിലേക്ക് ഒരു നടി വന്നെന്ന് പറയുമ്പോ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ, ഒന്ന് കാണാല്ല. സിനിമയിൽ വലിയ സ്ക്രീനിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അല്ല എനിക്ക് അങ്ങനെ ആൾക്കൂട്ടം അത്ര കംഫർട്ടല്ല. ഇത് കൊള്ളാം, കംഫർട്ട് ആക്കണം. അല്ലെങ്കിൽ പിന്നെ ഉദ്ഘാടനത്തിനൊക്കെ പോയി മുറിക്കണം. എങ്ങനെയാണ് മുറിച്ചാല് ലക്ഷങ്ങള് കിട്ടുമെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ കിടപ്പ് രോഗിയാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ റീൽസ് നീക്കിക്കൊണ്ടിരിക്കലാണ് പണി. അല്ല ഉദ്ഘാടനമൊക്കെ കിട്ടി തുടങ്ങിയ മോക്ക്? 1-2 എണ്ണം.
അത് പിന്നെ എങ്ങനെയാ മോളെ, ഇതുപോലത്തെ ഡ്രസ്സ് ഒന്നും ഇട്ടുണ്ട് വന്നാലേ നമുക്ക് ഉദ്ഘാടനത്തിന് മുറിക്കാനായിട്ട് ആൾക്കാർ കൂടൂല. നല്ല ഡ്രസ്സ് നമ്മുടെ മേത്ത് ഇട്ട പോലെ തയ്ച്ചിട്ടിട്ട് വേണം പോവാൻ, ആൾക്കാർ കൂടും. അങ്ങനെയൊക്കെ ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ഇടുന്ന ചേട്ടൻ പറയാറുണ്ട്, നല്ല ചൊക ചൊകാന്നുള്ള ഡ്രസ്സ് ഇട്ടാണ് പെണ്ണുങ്ങളൊക്കെ വന്നേന്ന്, കയ്യൊക്കെ ഇല്ലാത്ത കഷമൊക്കെ കാണിച്ചിട്ട്. ചേച്ചി എന്നാ ചെല്ലാൻ നോക്ക്, ദാമച്ചേട്ടനോട് ഒറ്റക്കിടക്ക് ഇരിക്കൂലേ. മോളിവിടെ 2-3 ദിവസം ഉണ്ടാവും, അപ്പൊ ഇടക്ക് വരാല്ല. കൊറേ ദൂരം വണ്ടിയിലിരുന്ന് വന്നേല്ലേ, അപ്പൊ ക്ഷീണം ഉണ്ടാവും, റെസ്റ്റ് എടുക്കട്ടെ. ആണോ? എന്നാ ഞാൻ പിന്നെ വരാം. ശരി മോളെ എന്നാ. മോള തൊട്ട് കയറിയിരിക്കും, ഇല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വീടൊക്കെ പണ്ട് വന്ന് കണ്ടതുപോലെ തന്നെ ഇരിക്കണ്, ഒരു മാറ്റവും ഇല്ല. ഇവിടെ ഒന്നും അങ്ങനെ മാറ്റങ്ങളൊന്നും വരൂല മോളെ. പിന്നെ അങ്ങനെ മാറ്റം വരണമെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ ചിക്കിളിയും വേണ്ടേ. ചിറ്റേ, ഞാൻ നാളെ തന്നെ തിരിച്ചു പോകൂട്ടാ, എനിക്കൊരു പരസ്യത്തിന്റെ ഷൂട്ടിങ് വന്നിട്ടുണ്ട്. ഷോ, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മോളെ? എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് അവസാനം ചിറ്റയുടെ വീട്ടിൽ വന്നാ മതി എന്ന് ചിറ്റ പറഞ്ഞല്ലേ. ഇത് പെട്ടെന്ന് വന്ന വർക്കാണ് ചിറ്റേ. ഷോ, ആരാണാവോ? ഇപ്പൊ വരാട്ടാ. ആരാണ്? ഞാനാണ് കോളമ്മ, വല്ല കോമള. എന്താണ് കോമളെ, ഇതുവരെയായിട്ട് ഒളിഞ്ഞു നോക്കണ സ്വഭാവം മാറിയില്ലേ? ഒളിഞ്ഞു നോക്കിയതല്ല, അകത്താരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കിയതാണ്. ആ, അതിന് തന്നെയാണ് ഈ നാട്ടിൽ ഒളിഞ്ഞോട്ടെന്ന് പറയണത്. മോളെ, ഈ ചേച്ചിന് ഓർമ്മയുണ്ടാ? അത് മോള് തീരെ ചെറുതിൽ ഇവിടെ വന്നപ്പേ ദേ ഈ ഒക്കത്ത്, അല്ലല്ല ഈ ഒക്കത്ത് വെച്ചാണ് ഞാൻ ഇങ്ങനെ നടന്നിരുന്നത്. അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നാ മോളെ? ഇല്ലില്ല, ഓർമ്മയുണ്ട്. എന്നാ പറ, ഞാൻ ആരാണ്? കോമളാൻറ്റി അല്ലേ? അറിയാം. ഓ എന്റെ മോളെ, മോള് ഇത്ര വലിയ സിനിമാ നടിയായിട്ടും എന്നെയൊക്കെ ഓർക്കണുണ്ടല്ലോ. അയ്യോ, അന്ന് ഇവിടെ മോളും അമ്മയും കൂടി വന്നപ്പ ഞാൻ പശുവിന് തീറ്റ എടുക്കാൻ വേണ്ടി മോളിൽ വന്ന്, അന്നേരം ഞാൻ പറഞ്ഞു പശുവുണ്ട് മോളെ, കാണണോന്ന് ചോദിച്ചപ്പ ഉമ്പനെ കാണണം എന്നങ്ങോട്ട് പറഞ്ഞ് എന്റെ ഒപ്പം എന്റെ തോളത്ത് കയറി അങ്ങോട്ട് വന്ന്. അതൊക്കെ ഇന്ന് കഴിഞ്ഞ പോലെ എനിക്ക് ഓർക്കണുണ്ട് ഞാൻ. ഓ, അവിടെ ചെന്ന് പശുവിനെയും കണ്ട് തിരിച്ച് ഇവിടെ എത്തിയപ്പോ നോക്കിയപ്പേ എന്റെ ഇവിടെ മുഴുവൻ മോള് തൂറി നശിപ്പിച്ചേക്കേണ്. പിന്നെ കുറച്ചാള് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞപ്പോ ഒരു 5-8 വയസ്സൊക്കെ ഉണ്ട്. അന്നേരം ഇവിടെ വന്നപ്പോ പിന്നെയും പശുവിനെ കാണണമെന്നും പറഞ്ഞ് എന്റെ ഒപ്പം വന്നു. എന്നിട്ട് ആ പശുവിന്റെ കയറങ്ങോട്ട് അഴിച്ചങ്ങോട്ട് വിട്ട്, പശു ആണെങ്കിൽ ഓടലോ ഓട്ടം. പിന്നെ അതിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ 300 അല്ലെ അന്ന് 800 രൂപ. അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം ചേച്ചി, അവളതൊക്കെ മറന്നിട്ടുണ്ടാവും. ആഹാ, അങ്ങനെ മറക്കാൻ പറ്റുമോ? അങ്ങനെ നീങ്ങിരി, ഞാൻ ഓർമ്മിപ്പിക്കാല്ല. എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എന്താണിത്? എന്താണ് ചേച്ചി, എന്താണ് ഈ കാണിക്കണത്? അതെ, പണ്ട് ഞാനിങ്ങനെ കാണിക്കുമ്പോ ഈ കൊച്ചു പൊട്ടി ചിരിക്കുമായിരുന്നു. അയ്യോ, അത് പണ്ടല്ലേ ചേച്ചി, ഇപ്പൊ കൊച്ചു വളർന്ന് വലിയ പെണ്ണായില്ലേ. എന്നാലും ചിരിക്കും. ചിരിച്ചില്ലെങ്കിൽ കൊച്ചെന്നെ മറന്നു ഞാൻ അങ്ങോട്ട് വിചാരിക്കും. അപ്പന്നെ മറന്നിട്ടില്ല. അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്നാ ചേച്ചി ഒന്ന് പോവാൻ നോക്ക്, അവള് കൊറേ യാത്ര ചെയ്ത് വന്നേല്ലേ, ഒന്ന് ഫ്രഷ് ആവട്ടെ പെണ്ണ്. എന്നാ പിന്നെ എന്റെ മിനി എന്നാളേ മോര് കൊണ്ടുവന്ന തൂക്കുപാത്രം കൂടെ വന്നേക്ക്, ഞാൻ പോയിക്കോളാം. ഞാനിപ്പോ എടുത്തുകൊണ്ട് വരാം. മോളെ അമ്മനെയും കൂട്ടി ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കേ ഈയിടെയായിട്ട് കുറേശ്ശെ മെന്റലുണ്ടെന്നാണ് നാട്ടിലുള്ള പരക്കെ സംസാരം. അല്ല, എനിക്കറിഞ്ഞുവിട്ട ആൾക്കാരിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്.
മോളാ കഴുത്തി കിടക്കുന്ന മാലയും കമ്മലൊക്കെ ഒന്ന് സൂക്ഷിച്ചോ, ചിലപ്പോ ഊരിയെടുക്കും, അത്രേ ഉള്ളു. അയ്യോ ആ പേടിക്കണ്ട, അങ്ങനെയൊന്നും ഉണ്ടാകൂല. എന്നാലും ഞാൻ പറഞ്ഞു വെച്ചാണ്, മോക്കൊന്ന് സൂക്ഷിക്കല്ല, അധികം ദിവസം അവിടെ നിക്കണ്ടാട്ടാ. എന്നാ ചേച്ചിക്കുള്ളത് ഇങ്ങോട്ട് തന്നോ. എന്ത്? ഇങ്ങോട്ട് താ മോളെ. മോളെ ഇത്രയും ചെറുതിൽ എന്തോരം എടുത്ത് നടന്നാണ് ഞാൻ. ദേ അതിന്റെ തയമ്പ് ദേ, വേണമെങ്കിൽ ഇത് പൊക്കി കാണിച്ചേ, ഇതിന്റെ ഉള്ളുണ്ട്. വേണ്ട വേണ്ട. ആ ഇതെന്താണ് മോളെ? 500-ന്റെ ഒറ്റ നോട്ടാ. ഒരു നോട്ടും കൂടി താ മോളെ. മോക്ക് നല്ലതേ വരൂ. ഇന്ന പാത്രം കണ്ട, എന്റെ മോളെ എനിക്ക് 1000 രൂപ തന്ന്. എന്തോരം ഈ കൊച്ചിനെ ഞാൻ എടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള അന്നാ. അപ്പൊ 1000 കൂടി തരായിരുന്നു. അല്ല മോളെ, മോഹൻലാലിന്റെ ഒപ്പം അഭിനയിച്ചല്ല, മോഹൻലാൽ അപ്പൊ എന്തെങ്കിലും തന്ന? അത് തന്നേച്ചി ഒരു ആനക്കൊമ്പ് തന്ന്. അത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത്. അയ്യോ, ആനക്കൊമ്പ് തന്നാ? എന്നാ അത് വീട്ടിൽ കൊണ്ടേ സൂക്ഷിക്കണ്ടട്ടാ. മോഹൻലാലിനൊക്കെ സൂക്ഷിക്കാം, മോളിപ്പൊ നദിയായിട്ടല്ലേ ഉള്ളൂ. അപ്പേക്കും സൂക്ഷിച്ച പോലീസൊക്കെ പിടിക്കും. കണ്ടിട്ടില്ല ആനക്കൊമ്പും തൂക്കിയിട്ട് കള്ളന്മാരിങ്ങനെ നിക്കണത്? അതുപോലെ പിടിച്ചുണ്ടു. എന്റെ ചേച്ചി കൊച്ചിന് ക്ഷീണമുണ്ട്, അവൾ ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുത്തോട്ടെ. ഞാനതിന് മല്ലമ്മണിയൊന്നും ചെയ്യാൻ പറഞ്ഞില്ലല്ല, ചുമ്മാ വർത്താനം പറഞ്ഞിരുന്നല്ലേ. അല്ല മോളെ, ഇനിയിപ്പൊ മമ്മൂട്ടിയുടെ ഒപ്പം എപ്പോഴാണ് അഭിനയിക്കുന്നത്? ഞാനത് നോക്കിയിരിക്കേട്ടാ. അത് കൊറേ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാലും മോളെ ആ ദുഷ്ടന്മാര് പിടിച്ചുകൊണ്ട് പോവാൻ വേണ്ടി 2 കയ്യുമ്മേം പിടിച്ചപ്പോ എന്റെ നെഞ്ചാണ് പിടച്ചത്. തിയേറ്ററിലിരുന്ന് ഞാനത് കണ്ടുകൊണ്ട് കരഞ്ഞ്. ഏത് ദുഷ്ടന്മാര്? അത് ആ കാറിൽ വന്ന ദുഷ്ടന്മാര്, കറുപ്പും വെള്ളയൊക്കെ ഇട്ടിട്ട്. ചേച്ചി, ഞാൻ അഭിനയിച്ച സിനിമ ദുഷ്ടന്മാരുള്ള സിനിമയൊന്നും ആയിരുന്നില്ല, ഒരു അവാർഡ് സിനിമയായിരുന്നു. ശശികല ഒരു ശ്യാമള എന്നായിരുന്നില്ല ആ സിനിമയുടെ പേര്? ഞാൻ കണ്ടായിരുന്നല്ലോ അത്. അതിനകത്ത് മോളെ പിടിച്ചോണ്ട സീനും കണ്ടല്ല. അതേത് സിനിമ? അപ്പൊ അതിനകത്ത് മോഹൻലാൽ എല്ലാരും ഇടിച്ചു വീഴ്ത്തിയിട്ട് മോളെ രക്ഷിച്ചുകൊണ്ട് തുറന്ന കാറിൽ പോണത് ഞാൻ കണ്ടല്ല. എൻ്റെ പൊന്നേച്ചി, അതൊരു അവാർഡ് ഫിലിമാണ്. അതിൽ പണ്ടത്തെ കാലമാണ് കാണിക്കണത്. അതിനകത്തൊരു 12 മിനിറ്റ് ഞാനുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. അയ്യോ മോളെ, എന്നാ സിനിമ മാറിപ്പോയി. എന്നാ ഒരു പണി ചെയ്യാ, മോള് തന്ന പൈസ ഉണ്ടല്ല, അതിന് സിനിമ കണ്ടിട്ട് ഞാൻ നാളെ വരാം. അടിപൊളി. ചേച്ചി പോവാൻ നോക്ക്. പോട്ടെ മോളെ, എന്നാ പിന്നെ വരാം. ശംഭോ മഹാദേവ. മോളെ, അവർക്ക് പ്രാന്താണ്, വെറുതെ ഇങ്ങനെ പൈസ മിണുങ്ങാൻ വന്നതാണ്. എന്നാലും മോള് ഇവിടെ എത്തിയായിരുന്നു ആരാന്നാവും എല്ലാരെയും നാട്ടുകാരെ മുഴുവൻ അറിയിച്ചത്. മോളെ, മോള് ഇങ്ങോട്ട് കയറി വന്നപ്പോ കുലുസൂല്ലേ പണിക്ക് പോണത്, അവളായിരിക്കും എല്ലാരോടും പറഞ്ഞത്. വെറുതെ എല്ലാ ആൾക്കാരും മുഴുവൻ ഇങ്ങോട്ട് വന്നത്. വെറുതെ പോലും ആര് വഴി കയറി വരാറില്ലെന്നേ. ഷോ അവള് തന്നെ ആവാനാണ് സാധ്യത മോളെ. അവളെ ഭയങ്കര വീണാട്ടിയാന്ന് കേട്ടിട്ടുണ്ട്. മോളെ ഇരിക്കി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങണ എന്താണ്? പുതിയത് 2-3 കഥകൾ കേട്ടിട്ടുണ്ട്, ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. അല്ലെങ്കിലേ സെലക്റ്റീവ് ആവുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്തത് നിവിൻ പോളിയുടെ നായികയാണെന്ന് ഞാൻ അറിഞ്ഞു. കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചിരുന്നു, അപ്പൊ പറഞ്ഞ്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അത് ചിലപ്പോ അമ്മക്ക് കേട്ടത് തെറ്റിപ്പോയതായിരിക്കും. ഒരു ഷോർട്ട് ഫിലിമിന് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം നിതിൻ പോൾ എന്ന് അങ്ങനെ എന്തോ ആളുടെ ഡയറക്ടറിൻ്റെ പേര്. അപ്പം അത് സംസാരിക്കുന്ന കേട്ടപ്പോൾ അമ്മക്ക് നിവിൻ പോളിന്ന് തോന്നിയതായിരിക്കും. അങ്ങനെ ഒരു ഇതൊന്നും വന്നിട്ടില്ല. അയ്യോ, അങ്ങനെയായിരുന്നോ? ഞാനത് തെറ്റിദ്ധരിച്ച്. ഞാനൊരു 19 പേരോട് അങ്ങോട്ട് പറഞ്ഞു കടയിൽ ചെന്നിരുന്നപ്പേ. നമ്മുടെ അനന്തരവളല്ലേ, അങ്ങനെ പറഞ്ഞു പോയി. നീ പറഞ്ഞാടി? ഞാൻ 10-20 പേരോട് പറഞ്ഞിട്ടുള്ള ആകെ കുടുംബശ്രീയിലേ. മോളെ, മോഹൻലാലിന്റെ ഒപ്പം കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നോ?
നിങ്ങൾ എന്ത് ചോദ്യമാണ് മനുഷ്യ ചോദിക്കണത്? മോഹൻലാലിന്റെ അമ്മയുടെ കൂട്ടുകാരി എന്ന് പറയുമ്പോ മോഹൻലാലായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടാവൂലേ? അല്ല, അപ്പൊ നിങ്ങള് പടം കണ്ടില്ലേ? ആഹാ, കണ്ടില്ലെന്നാ? ഞങ്ങള് 2 പ്രാവശ്യം പോയി കണ്ട്. അയ്യോ, ഒരു ദിവസം രാവിലെ, ഒരു ദിവസം രാത്രി 10 മണിക്ക്. ആ അതെ അതെ, അതില് മോഹൻലാലിന്റെ അമ്മ മോഹൻലാലിനെ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഞാനായിട്ട് കൂട്ടുള്ളത്. അല്ലാതെ മോഹൻലാലായിട്ട് കോമ്പിനേഷൻ സീനൊന്നും എനിക്കില്ല. അങ്ങനെയായിരുന്നോ കഥ? ആ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ പ്രാന്താന്ന് മോക്കറിയാല. അല്ല, സിനിമയുടെ പാക്കപ്പിനൊക്കെ ലാലേട്ടൻ വന്നിരുന്ന? ഇല്ല, വന്നില്ലായിരുന്നു. എന്നാ മോളൊരു പണി, ഇപ്പൊ ഒന്ന് ലാലേട്ടനൊന്ന് വിളിച്ചേ, വീഡിയോ കോള്. ലാലേട്ടനെ വിളിക്കാനാ? ഒന്ന് വിളിച്ചു കൊടുക്കും മോളെ. മോളുടെ മാമൻ എന്തോരം ആഗ്രഹിച്ചാണ് മോഹൻലാലിന്റെ ഒപ്പം ഒന്ന് അഭിനയിക്കാൻ. അഭിനയോ നടന്നില്ല, ഒരു വീഡിയോ കോളെങ്കിലും ചെയ്യേ. അയ്യോ, ലാലേട്ടൻ ഇപ്പൊ വിളിക്കാൻ പറ്റില്ല, ഷൂട്ടിലായിരിക്കും. ഇപ്പൊ ഫ്രീ ആയിരിക്കില്ല, പിന്നെ വിളിക്കാം. എന്റെ മോളെ, അത് പറ്റൂല, ഇപ്പൊ തന്നെ വിളിക്കണം. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ലാലിനോട് സംസാരിക്കാനുണ്ട്. മാമ, അത് നടക്കില്ല കേട്ടാ. ഓ, നീ വലിയ നടിയൊക്കെ ആയപ്പോ എന്നോട് നടക്കില്ലെന്നൊക്കെ പറയാറായല്ലേ? പണ്ട് നീ ഇവിടെ വെക്കേഷനൊക്കെ വന്ന് നിൽക്കുമ്പോ ആ തോട്ടിലൊക്കെ കുളിക്കാൻ കൊണ്ടുവരുന്നത് ഞാനാള്. മാമന്റെ ഒരു ആഗ്രഹമല്ലേ മോളെ, അതൊന്ന് സാധിച്ചു കൊടുക്ക്. സത്യം പറയാല്ല മോളെ, മോളോട് 2 ദിവസം ഇവിടെ വന്ന് ഞങ്ങളുടെ ഒപ്പം താമസിക്കാൻ പറഞ്ഞേന് ഒരു ദുരുദ്ദേശം ഇല്ലാതില്ല. എന്ത് ദുരുദ്ദേശം? അത് നീ പറ. അത് മോളെ, കഴിഞ്ഞ ദിവസം മാമനെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ട്, മോഹൻലാലിന്റെ അച്ഛനായിട്ട് അഭിനയിക്കാൻ ആൾക്കാരെ വേണോന്നേ. അപ്പൊ മോഹൻലാലിന്റെ അതേ ചായയല്ലേ മാമനും. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാ മോഹൻലാലിന്റെ അച്ഛനായിട്ട് മാമനെ അഭിനയിക്കാനായിട്ടേ മോളൊന്ന് റിക്വസ്റ്റ് ചെയ്താ സിനിമയിൽ കിട്ടുമല്ല. അതാ മോളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞത്. ചിറ്റ എന്തെന്നാണ് ഈ പറയണേ? എനിക്ക് തന്നെ ആ സിനിമയിൽ റോള് കിട്ടിയത് ഡയറക്ടറിന്റെ കയ്യും കാലും പിടിച്ചിട്ടാണ്. ഇനി പുതിയ സിനിമയിലോട്ട് മോഹൻലാലിന്റെ അച്ഛനായിട്ട് മാമനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറഞ്ഞ നടക്കൂലട്ടാ. എന്താണ് മോളെ ഇത്? നിന്റെ സ്വന്തം ചിറ്റയുടെ ഭർത്താവും നിന്റെ സ്വന്തം മാമനല്ലേ? പുള്ളിക്ക് വേണ്ടി ഇത്രയും കൂടി ചെയ്യാൻ നിനക്ക് പറ്റൂലേ? എനിക്ക് ചെയ്യാൻ പറ്റൂല ചിറ്റേ, ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. ഓ, ഇനിയപ്പോ നിർബന്ധിക്കണ്ട കുട്ടിനെ. പാവം, മാമന് വിഷമായി തോന്നണ്. എന്നാലും നീ ഒറ്റയടിക്ക് അങ്ങോട്ട് പറ്റൂലെന്ന് പറയണ്ടായിരുന്നു. ഒറ്റയടിക്ക് പറയാതെ നിവർത്തിയില്ല ചിറ്റേ. എനിക്ക് അത്ര വലിയ ഹോൾഡൊന്നും സിനിമയിലായിട്ടില്ല. ഇതിനായിരുന്നെങ്കിൽ ചിറ്റ എന്നെ ഫോണിലൂടെ പറഞ്ഞാൽ മതിയായിരുന്നു, അപ്പൊ തന്നെ ഞാൻ പറഞ്ഞാനെ നടക്കൂലെന്ന്. ഇതിപ്പോ ഇവിടം വരെ വന്ന് വണ്ടിക്കാശും ഒക്കെ പോയി. ആ, നീ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. ചേട്ടാ, അത് നടക്കുന്നു തോന്നണില്ലട്ടാ. എനിക്കും തോന്നി. എന്നാ പിന്നെ ആ കൊച്ചിനെ പിടിച്ചുവിടെ നിർത്തണ്ട, ഇന്ന് തന്നെ പോയി കൊള്ളാൻ പറ. സിനിമാ നടി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാലേ ആൾക്കാരും ഇങ്ങോട്ട് എത്തും, പിന്നെ അവർക്കും തിന്നാൻ വെച്ചു കൊടുക്കേണ്ട വരുന്നേ. എന്നാ പിന്നെ എന്തെങ്കിലും പറഞ്ഞു വിടാം. പോകുമ്പോ എന്തെങ്കിലും കൊടുത്തു വിടണ്ടേ? ഇവിടം വരെ വന്നേല്ലേ ഏട്ടാ. അത് ഒരു വാഴക്കൊല താഴെ നിക്കണുണ്ട്, അത് വെട്ടാം. ഞാനേ ആഞ്ഞു വെട്ടിക്കോളാം, നീ പിടിച്ചോളൂ. ആ, ഞാൻ പിടിച്ചോളാം. കയറ് വെച്ച് പുറകോട്ട് വലിച്ചു പിടിച്ചാ പോരെ? എന്റെ പൊന്നമ്മേ, സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് മേടിച്ചു കൊടുക്കാത്തോണ്ട് എന്നെ വെട്ടിക്കൊല്ലാണ് പ്ലാൻ തോന്നണ്. എന്നാ ദൃശ്യം മോഡലില് ഞാൻ ചാക്കി കയറ്റി കെട്ടാ. എന്നാ ഞാൻ ടൂൾസ് എടുക്കട്ടെ ഏട്ടാ. അയ്യോ, എന്താണ് ഒരു ഒച്ചേട്ടത്? ആ ഓടി. ആ മോളെ, സിനിമ കിട്ടിട്ടാ. നിങ്ങളുടെ ഒരു സിനിമ ഒന്ന് പോതല്ലേ? ആ കൊച്ചിന് എന്ത് പറ്റി? മോളെ പതുക്കപ്പോ, അടുത്ത പ്രാവശ്യം ഒരു ആനക്കൊമ്പ് കൊണ്ടന്നെ. ആനക്കൊമ്പല്ല, ചേനക്കൊമ്പ്. ഹലോ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിലായിട്ട് പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇത് പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ ചിലപ്പോ വലിയൊരു തുക ഹോസ്പിറ്റലിൽ അടക്കാൻ അധികം നേരമൊന്നും വേണ്ടി വരില്ല.
അതുകൊണ്ട് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെയൊക്കെ കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിക്കോളെ.